ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ അവരിൽ ആരെയും പങ്കു ചേർക്കുകയില്ല. അപ്പ കിട്ടിയടി. അലിഹാദാ ജമാഅത്തന തബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം. അലിഹാദാ ജമാഅത്തന, ഇതിനാണോടോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? അപ്പ കിട്ടിയടി, കല്ലേറ്, കുക്കി വിളി. അഹദ് അടി കിട്ടി ബിലാലിന്, സുമയ്യ, യാസിർ, ഹുബൈബ്, എല്ലാം, ഹംസ, എല്ലാം. അല്ലേ? ഇതൊക്കെ എന്തിനാ? കോഴിമുട്ട മന്ത്രിച്ചിട്ട് 50,000 വിറ്റ മഅദനി സാഹിബാണ് ഹംസയെ പരിചയപ്പെടുത്തിയത് ലോകത്തിന്, കേരളത്തിന്. സുമയ്യെ, യാസിറിനെ പരിചയപ്പെടുത്തി. എന്തായിട്ട്? ഈ സിർക്ക് വിൽക്കുന്ന വ്യാപാരത്തിന്, മതവ്യവസായത്തിന്, ശവവ്യവസായത്തിന് രക്തസാക്ഷികളായിട്ടാണ്. അല്ലേ? അതാണോ ഇസ്ലാം മതം? ആണോ? അല്ല. ആർക്കാണ് കാവൽ നിന്നത്? ആർക്ക് വേണ്ടിയാണ് മരിച്ചത്? ഹംസ റളിയല്ലാഹു അൻഹുവും സുമയ്യ റളിയല്ലാഹു അൻഹുവും യാസിർ റളിയല്ലാഹു അൻഹുവും മരിച്ചത് ആർക്ക് വേണ്ടി? മുട്ട 50,000 ഉറുപ്പികക്ക് മന്ത്രിച്ചൂതി വിറ്റ കള്ളക്കച്ചവടക്കാർക്ക് വേണ്ടിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി വെല്ലൂരിലുണ്ടെന്ന് പറഞ്ഞ്, സനതുണ്ടെന്ന് പറഞ്ഞ്, ആ മുടി കുപ്പിയിലിട്ട വെള്ളം 25,000 ഉറുപ്പിക വിറ്റ കള്ളക്കച്ചവടക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണോ സുമയ്യയും യാസിറും ഹംസയും ഉണ്ടായത്, ഹുബൈബ് ഉണ്ടായത്, ബിലാൽ ഉണ്ടായത്? അല്ല. ശരി, അവരെന്താ ചെയ്തത്? ബിലാൽ എന്ത് ചെയ്തു? സുമയ്യ എന്ത് ചെയ്തു? യാസിർ എന്ത് ചെയ്തു? റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഹുബൈബ് എന്ത് ചെയ്തു? ചിന്തിക്കണം. അപ്പോൾ അവരുടെ ലക്ഷ്യം, അവരെ നയിച്ച പ്രവാചകന്മാരുടെ ലക്ഷ്യം സ്വയം അള്ളാഹുവിനെ ആരാധിക്കൽ മാത്രമാണോ? അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരെ വെടിയൽ മാത്രമാണോ? അല്ല. മറിച്ച് ലോകത്തെ മുഴുവൻ ആളുകളും, അവർക്ക് പരിചയമുള്ള മുഴുവൻ ആളുകളും, അവരുടെ കണ്ണെത്താവുന്ന കാതെത്താവുന്ന മുഴുവൻ ആളുകളും, അവരുടെ കയ്യെത്താവുന്ന മുഴുവൻ ആളുകളും തൗഹീദിൽ മരിക്കണം. അവർക്ക് തൗഹീദ് കിട്ടണം, നേരത്തെ കിട്ടണം. ഇല്ലേ? ശബാബ് പറയുന്നു, ആദ്യം തൗഹീദ് പറയണ്ട, ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുക. അപ്പൊ എത്ര ദിവസം ടൂർണമെന്റ്? ഒരു ദിവസം അല്ല, കുറെ ദിവസം. ഇല്ലേ? എന്നിട്ട് ഫൈനൽ വിസിൽ മുഴങ്ങിക്കഴിഞ്ഞാൽ ആരാ ഗ്രൗണ്ടിൽ ഉണ്ടാകുക? മൈക്ക് സെറ്റുകാരൻ. അല്ലേ? പിന്നെയോ കളിക്കാർ കുറച്ചു നേരം കുഴങ്ങി അവിടെ ഇരിക്കും. അവർ ചുറ്റിപ്പറ്റി കുറച്ച് ആൾക്കാരുണ്ടാവും, ഓട്ടോഗ്രാഫ് ആയിട്ട്. ജനങ്ങളോ എവിടെ പോയി? പിന്നെ ആരോടാ തൗഹീദ് പറയുന്നത്? മരം വെച്ച് പിടിപ്പിക്കുക, പെരണ്ടാക്കി കൊടുക്കുക, കിണറുണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് തൗഹീദ് പറയാം. ശബാബ്. ഇതാണോ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച? അല്ല. വേഗം. അപ്പോഴാ അടി കിട്ടിയത്. ആദ്യം കുറച്ച് തുണി കൊടുത്ത്, പണം കൊടുത്ത്, പണി കൊടുത്ത്, മരുന്ന് കൊടുത്ത്, പെരണ്ടാക്കി കൊടുത്ത്, കിണർ വെപ്പിച്ചു കൊടുത്ത്, ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. മുഹമ്മദ് നബി, ജയ് മുഹമ്മദ് നബി എന്ന് പറയില്ലേ? ഇല്ലേ? പറയുന്നത് അതല്ലേ നമ്മൾ കാണുന്നത് സോളിഡാരിറ്റിന്റെ ഇതില്. മേധാ ബീബി ജയ് എവിടെത്തി? അപ്പോ അതല്ല, വേഗം പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കണമെന്ന വിഷയം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം. അപ്പൊ എന്ത് വേണം? ഒന്ന്, അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കണം, മറ്റു ആരാധ്യരെ വെടിയണം. രണ്ടാമത്, അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയണം, അള്ളാഹുവോട് ദ്വാരക്കണമെന്ന് പറയണം, അള്ളാഹുവോട് ഇസ്തിഗാസ ചെയ്യണമെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? നാവ് വേണം. പിന്നെയോ ചെവി വേണം അവിടെ. പിന്നെയോ നാവിനും ചെവിക്കുമിടയിൽ ശാന്തമായ അന്തരീക്ഷം വേണം. ബഹളമുണ്ടാക്കിയാൽ, കല്ലേറുണ്ടായാൽ എന്തുണ്ടാവും? ബഹളം അവിടുന്ന് ഉണ്ടാക്കും. നമ്മളും ബഹളം വെച്ചാലോ പ്രസംഗം മുടങ്ങും. അവിടുന്ന് കല്ലേറ് വരും, ഇവിടുന്ന് കല്ലെറിഞ്ഞാലോ പ്രസംഗം മുടങ്ങും. അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നബി തല്ലുകൊണ്ടു, സഹാബത്ത് തല്ലുകൊണ്ടു. മണ്ടന്മാരായതുകൊണ്ടാ, ആരോഗ്യമില്ലാത്തത് കൊണ്ടാ, മുസ്ലിം പാർട്ടി സ്പിരിറ്റ് ഇല്ലാത്തത് കൊണ്ടാ ആണോ? അല്ല. പിന്നെന്താ? സ്പിരിറ്റ് ഉണ്ടായതുകൊണ്ട്. എന്താ സ്പിരിറ്റ്? ആ മനുഷ്യന്മാർ, കല്ലെറിയുന്ന മനുഷ്യന്മാർ നമ്മുടെ ഉറ്റമിത്രമരങ്ങളായി മാറണം. ഉമറുൽ ഫാറൂഖ് അങ്ങനെയാണ് ഉണ്ടായത്. അതാ ശത്രു, NDF ഭരണമായിരി, ഇതാ ശത്രു. ആര് ശത്രു? ഉമർ ശത്രു, അബൂ സുഫിയാൻ ശത്രു. അല്ലേ? ഹംസ ശത്രു. ഇസ്ലാമിന്റെ 99% മക്കളും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കല്ലെറിയാൻ വന്നവരാ, സഹാബത്തിനെ കല്ലെറിയാൻ വന്നവരാ. അവരൊക്കെ ശത്രു. ഇത് പറയാനാ? ആണോ? അല്ല. പിന്നെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിന് നിശബ്ദമായ അന്തരീക്ഷം വേണം.
ശാന്തമായ അന്തരീക്ഷം വേണം. അതുകൊണ്ട് പ്രവാചകന്മാർ പറഞ്ഞു ക്ഷമിക്കിൻ ക്ഷമിക്കിൻ ക്ഷമിക്കിൻ, അല്ലേ അല്ലേ? മൈദനി സാഹിബ് പറഞ്ഞു സംയമനം 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 എന്നൊക്കെ ശിഹാബദങ്ങളും മറ്റൊക്കെ പറയാൻ തുടങ്ങി കുറെ കാലായി, ഇനി നടപ്പില്ല എന്ന് പറഞ്ഞു. അതേ മൈദനി സാഹിബിന്റെ കാല് പോയപ്പോൾ സംയമനം സംയമനം എന്ന് പറഞ്ഞു, അല്ലേ? ഇതാ ഞങ്ങളുണ്ട് ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞ മാധ്യമം വാലുമടക്കി. എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല. ആരെങ്കിലും കൂടെ ചോര ചിന്തിയോ? ഇല്ല, അല്ലേ? അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും എന്തുകൊണ്ട് അനങ്ങിയില്ല? എന്തുകൊണ്ട് അടങ്ങി? എന്തുകൊണ്ട് ചെറുത്തില്ല? എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല? എന്തുകൊണ്ട് പ്രതിരോധിച്ചില്ല? എന്തുകൊണ്ട് കൊഞ്ഞനം കാട്ടിയില്ല? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തല്ലുമ്പോ ഓടാവുന്നു എന്ന് പറയാൻ പറ്റൂലായിരുന്നു, പട്ടി എന്ന് പറയാൻ പറ്റൂലായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റൂലായിരുന്നു? പറഞ്ഞോ? ഇല്ല. അഹദ് അഹദ് അഹദ്. എന്തിന് ശബ്ദം, അന്തരീക്ഷം ശാന്തമാകണം. പിന്നെ ജീവിക്കുന്നത് എന്തിനാ? ഒമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവംശത്തെയും ജിന്നുവംശത്തെയും ഞാൻ പടച്ചിട്ടുള്ളത് അവരെന്നെ മാത്രം ആരാധിക്കാനാണ്. അത് നടക്കുന്നുണ്ടോ? ഉണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് വല്ല തടസ്സമുണ്ടോ? ദുനിയാവിൽ എവിടെയുമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, അവിടെ പള്ളിക്ക് തടസ്സം ഉണ്ടായില്ലേ, ഇവിടെ അങ്ങനെ തടസ്സം ഉണ്ടായില്ല, ഇങ്ങനെ തടസ്സം ഉണ്ടായില്ലേ? ഒരാൾ അള്ളാഹുവിനെ ആരാധിക്കാൻ തീരുമാനിച്ചാൽ ഇസ്ലാം സ്വീകരിച്ച എത്രയോ സഹോദരന്മാർ കക്കൂസിൽ വെച്ച് നമസ്കരിച്ചിട്ടുണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പൊ പറ്റൂലേ? പറ്റും. ശരീരം മുഴുവൻ കക്കൂസായ ആൾക്കാരുണ്ടല്ലോ. മലം ചോർന്നു പോകുന്നു, മൂത്രം ചോർന്നു പോകുന്നു, അറിയുന്നു പോലുമില്ല. അങ്ങനെയുള്ള ആൾക്ക് നിസ്കരിക്കുന്നില്ലേ? ഉണ്ട്. നിസ്കാരം നടക്കൂലേ? നടക്കും. നോമ്പ് നടക്കൂലേ? നടക്കും. സക്കാത്ത് നടക്കൂലേ? സക്കാത്ത് നടക്കും. ഹജ്ജും നടക്കും. ഹജ്ജ് തടസ്സപ്പെട്ടാലോ? ഹജ്ജിന് പോയി, ബാൽത്താക്കര തടഞ്ഞു, തകാടിയെ തടഞ്ഞു, ഉമാഭാരതി തടഞ്ഞു. ഇപ്പം എന്ത് ചെയ്യണം? അവിടെ വെച്ച് മുട്ടയടിച്ചിട്ട് ബലിമൃഗത്തെടുത്ത് പോരണം. ഖലാസ്, കൂലി കിട്ടിക്കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും മദീന ജീവിതത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മക്കളെ, മദീനയിൽ കുറെ മനുഷ്യന്മാരുണ്ട്, അവർ നമ്മളെപ്പോലെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ സഹാബിമാരാകെ ഉയർത്തുപോയി. കാരണം എന്താ? കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഇവര്, നമ്മള്. അപ്പോ മദീനയിൽ വെറുതെ കുത്തിയിരിക്കുന്ന മനുഷ്യന്മാര് യുദ്ധത്തിലാണെന്നോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹബസഹും അൽ ഉദ്റു ഹബസഹും അൽ മർദു. അവർക്ക് രോഗം തടസ്സമായതുകൊണ്ടാണ്, അവർക്ക് ന്യായമായ കാരണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അവർ പോരാഞ്ഞത്. അവരിപ്പോൾ യുദ്ധം ചെയ്തവരെ പോലെയാണ്. നബി സല്ലല്ലാഹു അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജറ പോയി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയി, വഴിക്ക് വെച്ച് മരണമടഞ്ഞു എങ്കിൽ അയാൾക്ക് കൂലി കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ഇസ്ലാം മതം. നമ്മുടെ ലക്ഷ്യം എന്ത്? സ്വർഗം ലഭിക്കണം. ആർക്ക്? നമുക്ക് സ്വർഗം ലഭിക്കണം. ബാൽത്താക്കറയ്ക്ക് സ്വർഗം ലഭിക്കണം, നരേന്ദ്രമോദിക്ക് സ്വർഗം ലഭിക്കണം, തകാടിയക്ക് സ്വർഗം ലഭിക്കണം, കാന്തപുരത്തിന് സ്വർഗം ലഭിക്കണം, ചെറുശ്ശേരിക്ക് സ്വർഗം ലഭിക്കണം, പേരോടിന് സ്വർഗം ലഭിക്കണം. എന്താ മാർഗം? തൗഹീദ് കേൾക്കണം, തൗഹീദ് മനസ്സിലാക്കണം. നിസ്കരിക്കാത്ത കാഫറുകൾക്ക് സ്വർഗം ലഭിക്കണം. നിസ്കാരം 3 നേരമേ ഉള്ളൂ എന്ന് പറയുന്ന ചേകനൂരിസ്റ്റുകൾക്ക് സ്വർഗം ലഭിക്കണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനല്ല എന്ന് പറയുന്ന ഖാദിയാനികൾക്ക് സ്വർഗം ലഭിക്കണം. എന്തു വേണം? അവരോട് പറഞ്ഞു കൊടുക്കണം. ഒരു ശത്രു എന്ന് പറഞ്ഞവരെ ആട്ടിയകറ്റണോ? വേണ്ട. ഇതാണ് വിഷയം. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ എന്ത് നയം സ്വീകരിച്ചു എന്നത് വ്യക്തമാണ്. അപ്പോൾ അവിടെ അറുകൊലയുണ്ടായില്ലേ? അക്രമമർദ്ദനങ്ങൾ ഉണ്ടായില്ലേ? ഉണ്ടായി. എന്നിട്ട് എന്തു ചെയ്തു? അവിടെയാണ്. അപ്പോൾ കാലങ്ങളായി കടന്നു വന്ന പ്രവാചകന്മാരുടെ ചരിത്രം ഇതാണ്. ഇനി മദീന ജീവിതത്തിലേക്ക് നമുക്ക് വരാം. മക്ക ജീവിതവും മദീന ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന്, ഒരു തുണ്ട് ഭൂമി അവിടെയുണ്ട്. മക്കയിലും ഭൂമിയില്ലേ? ഉണ്ട്. മക്ക എന്നത് ഭൂമിയാണ്. പക്ഷേ ആ മക്ക രാജ്യത്തിന്റെ ഭരണാധികാരി മുഹമ്മദ് നബി അല്ല. അവിടുത്തെ പോലീസും പട്ടാളവും സഹാബിമാർ അല്ല. മദീനയിലെ ഒരു തുണ്ട് ഭൂമിയുടെ ഭരണാധികാരി ആരാ? ഇസ്ലാമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പട്ടാളവും പോലീസും ആരാ? സഹാബിമാരാണ്. അവിടുത്തെ സംരക്ഷണയിൽ ആരൊക്കെയാണുള്ളത്? മക്കായിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സഹാബത്തിന്റെയോ സംരക്ഷണയിൽ ആരും ഇല്ല. എന്നാൽ മദീനയിലെ മണ്ണും മനുഷ്യനും വിണ്ണും
വെള്ളവും മണലും കൃഷിയും